ഈ കാര്യത്തിൽ യു ഡി എഫിനൊരു മേൽക്കൈയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനോടകം പറഞ്ഞ് കഴിഞ്ഞതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇന്ന് അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗംഭീര കാൻഡിഡേറ്റ് എന്ന് ഞാൻ പറയും. ഈ മറ്റ് 3 പേരെക്കാൾ ഭയങ്കര ഫ്ലെക്സിബിളാണ്, ഭയങ്കര ജനകീയനാണ്. വോട്ട് ചോദിക്കാൻ അൻവറിൻ്റെ ഒരു ശേഷിയുടെ 7 അയലത്ത് ഇവരാരും വരില്ല. അത് ബുദ്ധിജീവിയായാലും സിനിമയെടുത്ത ആളായാലും മറ്റെന്തെങ്കിലും ആയാലൊന്നുമല്ല. അൻവർ ഒരു താരമാണ്. അൻവർ ഒരു ഭയങ്കര കുശാഗ്ര ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനുമാണ്. അൻവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങാനും LDF ജയിക്കുകയാണെങ്കിൽ അത് UDF നിന്നുള്ള ക്രോസ് വോട്ട് കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളതാണ് അൻവർ പറഞ്ഞു വെച്ച പോയിന്റ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല. അൻവർ ഇനിയും ഇവിടെ നിൽക്കണം. അൻവർ ഇനിയും രാഷ്ട്രീയമുണ്ട്. അൻവർ UDF ഒരു വാതിൽ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. മുസ്ലിം ലീഗ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിനെ കൂടെ കൂട്ടാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അൻവർ മത്സരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തെങ്ങാനും തോറ്റാൽ അൻവറിൻ്റെ മുമ്പിൽ വാതിലുകൾ എന്നേക്കുമായി അടയും. ആ വാതിൽ അടയാതിരിക്കാൻ വേണ്ടി അൻവർ പറഞ്ഞ ഒരു മുന്നോട്ടുള്ള ഒരു ഏറാണ് UDF നിന്നുള്ള വോട്ടുകൾ LDF പോയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അൻവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് ഒരു ചെറിയ മേൽക്കൈ നീങ്ങുന്നുണ്ടോ എന്ന് അൻവറിനൊരു ചെറിയ ഭയം തട്ടി. 100%. അവിടെയാണൊരു പ്രശ്നം. അൻവർ പറയാതെ പറയുന്നത് ഒളിഞ്ഞിരിക്കുന്ന പിണറായി അല്ല, ഉണർന്നിരിക്കുന്ന പിണറായിക്ക് ഒരു മേൽക്കൈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെക്കാളുമൊക്കെ ആ മണ്ഡലം അറിയാവുന്ന, ഒരിക്കലും ഇങ്ങനൊരു കാര്യം നടക്കാൻ താല്പര്യമില്ലാത്ത അൻവർ തന്നെ അത് ഏതാണ്ട് സമ്മതിക്കുന്ന രീതിയിലാണ് വരുന്നത്. വളരെ വലിയ ഉദ്വേഗമാണ്. അടിയൊഴുക്കുകൾ എന്തൊക്കെയോ നടന്നിരിക്കുന്നു. അൻവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത്. BJP സ്ഥാനാർത്ഥിയുടെ കുറച്ച് വോട്ടുകൾ എനിക്ക് പോയി എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു പരിചയസമ്പന്നതയില്ലാത്ത ഒരു പുതിയ കക്ഷി പറയുന്നതിനപ്പുറമായി എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഹിന്ദു വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ തവണ എങ്ങനെയാണോ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്, VV പ്രകാശിന് കിട്ടിയത്, അതുപോലെ തന്നെ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഇതിന് മുന്നൊരുക്കം ഉണ്ടാക്കി വെച്ച LDF ഒരു സാഹചര്യം ഉണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഒന്ന് സംസാരിക്കുന്നു. ഇങ്ങനെയൊന്നും പറയുന്നത് അത്ര ശരിയല്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പിണറായി വിജയൻ പറയുന്നു, തോളത്ത് തട്ടുന്നു, അങ്ങനെ ഷാളണിയിക്കുന്നു, പുകഴ്ത്തുന്നു. അങ്ങനെ LDF ഒരുക്കിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് കേരളത്തിൽ. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പല്ല, അതറിയാതെ വന്നു വീണ ഒരു സാഹചര്യമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുമുന്നണി ഒരുക്കിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിനിടയ്ക്ക് വീണ് കിട്ടിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതുപോലും ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഗ്രൗണ്ടിലെ പൾസ് അറിയാവുന്ന അൻവർ മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ സംശയിക്കുന്നു. ഇന്ന് 9 മണിക്ക് PV അൻവറിൻ്റെ വാർത്താ സമ്മേളനവും അതുതന്നെ ആയിരിക്കാനാണ് സാധ്യത. Meet the editors.